ഏത് ഹബീബന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന വിശ്വപ്രസിദ്ധമായ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത്, വിട പറയുന്നതിന്റെ 2 ദിനങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ജഗൽ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഈ സമുദായത്തിന് വേണ്ടി അതേ നിലകൊള്ളുന്ന രംഗങ്ങൾ മഹാനായ ഇമാം ഖാദി ഇയാദ് അവിടുത്തെ അശ്ഫയിൽ കൊണ്ടുവരികയാണ്. അവിടുന്ന് പറയുകയാണ്, ലവദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനി, അല്ലാഹുവേ എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നല്ല നാഥ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ധാരധാരയായി ഒഴുകുമ്പോ അവിടുത്തെ പ്രിയങ്കരരായ സഹാബത്ത് ചൊല്ലുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങ് കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് ഖിന്നരാകുന്നത്? അങ്ങെന്തിനാ ദുഃഖിതനാകുന്നത്? അങ്ങെന്തിനാ വിഷമിക്കുന്നത്? യാ റസൂലല്ലാഹ്, അനുയായികളായി അങ്ങയോടൊപ്പം ജീവിച്ച് അങ്ങേക്ക് വേണ്ടി ജീവൻ വേണോ, രക്തം വേണോ, അങ്ങേക്ക് വേണ്ടി സകലതും തരാൻ തയ്യാറായ അനുയായികളായ ഞങ്ങളുണ്ടാകുമ്പോ നബിയേ അങ്ങ് ഖിന്നനാകണോ? നബിയേ അങ്ങ് വേദനിക്കണോ? നബിയേ അങ്ങ് പ്രയാസപ്പെടണോ? നബിയേ അങ്ങ് വിഷമിക്കണോ? റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബാ, ഞാൻ കരയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാനാ. അപ്പോഴാണ് സഹാബത്ത് പറയുകയാണ്, അവലസ്താ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ, പിന്നെന്തിനങ്ങ് കരയണം നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ ചെറുപ്പക്കാരെ, ഭൗതിക ലോകത്ത് ഭൗതികതയുടെ പളപളപ്പിൽ പ്രമിച്ച് ഭൗതികമത്തരായി ജീവിതം നയിക്കുമ്പോ ഹബീബിനെ മറക്കുന്ന ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരന്റെ ശബ്ദം കേൾക്കുന്നു. ന്യൂ ജനറേഷനിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കുന്നു. 14 മുമ്പ് നമ്മളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് മദീന പള്ളിയിലിരുന്ന് കരഞ്ഞു പോയ ഹബീബി മുഹമ്മദുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സഹാബാ ലസ്തും ബിഇഖ്വാനി വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ആരെന്നറിയോ? പിൽക്കാലത്ത് എനിക്ക് ശേഷം വരാനിരിക്കുന്നവരാ. അവരെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നവരെന്നെ കണ്ടവരല്ല, എന്നെ കണ്ടവരല്ല. പിൽക്കാലത്ത് വരാനിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രണയിച്ച, എന്നെ പ്രേമിച്ച, എന്നെ പ്രാപിച്ച, എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, എന്നെ ഒന്ന് കാണാൻ വേണ്ടി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച പിൽക്കാല സമുദായമാണ് ചൊക്ലി പ്രദേശത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ കാണാനാണ് 14 മുമ്പ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി
വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷത്തിന്റെ 2 ദിനങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ നിന്ന് കരഞ്ഞതെന്നെ കാണാനാണെങ്കിൽ, നിങ്ങളെ കാണാനാണെങ്കിൽ ആ ഹബീബിനോട് എനിക്ക് വല്ല ബന്ധവുമുണ്ടോ? ആ ഹബീബിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? സഹോദരങ്ങളെ, ഇന്ന് നേരം വെളുത്ത് ഇത്രയും സമയത്തിന്റെ ഇടയില് ഹബീബിന്റെ അനുയായികളല്ലയോ നമ്മള് ഖൈറു ഉമ്മത്തിന്റെ ഗണത്തിൽപ്പെടുത്തി എന്നതിന് പകരം പ്രത്യുപകാരം ചെയ്യാൻ ബാധ്യസ്ഥരല്ലയോ ഞാനും നിങ്ങളും? പക്ഷേ ആ ഉമ്മത്തിന്റെ ഗണത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി നമുക്ക് നേതാവായി നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, നമുക്ക് വേണ്ടി നിലകൊണ്ട, എല്ലാ സമയങ്ങളിലും നമ്മുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവായ മുസ്തഫ 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 സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങള്, ആ പ്രവാചക പരശ്രേഷ്ഠർ നമുക്ക് വേണ്ടി കരയുമ്പോ